DEPIN അഥവാ ഡീസെൻട്രലൈസ്ഡ് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഒരു വലിയ നരേറ്റീവ് ആകാൻ സാധ്യതയുള്ള ഒരു സെക്ടറാണ്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, അതായത് സ്റ്റോറേജ്, മോഡം, അങ്ങനത്തെ പല കാര്യങ്ങളുമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിന് ഒരു ഹൈപ്പ് ഉണ്ടാവാനുള്ള സാധ്യത? ഈ സെഗ്മെന്റിലെ നല്ല നല്ല കോയിനുകൾ ഏതൊക്കെയാണ്? ഇത് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ മസ്റ്റായിട്ട് ആഡ് ചെയ്യേണ്ട ഒരു 8 കോയിനുകളോളമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. DEPIN എന്താണെന്നും എന്തുകൊണ്ട് അതിനൊരു ഹൈപ്പ് ഉണ്ടാകുമെന്നും അതിലുള്ള നല്ല കോയിനുകൾ ഏതൊക്കെയാണെന്നും അറിഞ്ഞിരിക്കുന്നതിനായി ലെറ്റ്സ് ഡൈവ് ഇൻടു ദ വീഡിയോ അലോങ് വിത്ത് മീ ഫെബിനാൻ. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ തികച്ചും എഡ്യൂക്കേഷനും എൻ്റർടൈൻമെൻറ്റിനും വേണ്ടി മാത്രമുള്ളതാണ്. ക്രിപ്റ്റോ ഒരു അൺറെഗുലേറ്റഡ് അസറ്റ് ക്ലാസ് ആയതുകൊണ്ടും ഹൈലി വോളറ്റൈൽ ആൻഡ് റിസ്കി ആയതുകൊണ്ടും നത്തിങ് ഇൻ ദിസ് വീഡിയോ ഷുഡ് ബി ട്രീറ്റഡ് ആസ് എ ഫിനാൻഷ്യൽ അഡ്വൈസ്. എന്താണ് DEPIN? പേര് പറഞ്ഞ പോലെ ഡീസെൻട്രലൈസ്ഡ് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, അതായത് ദ ആക്ച്വൽ ഹാർഡ്വെയർസ്. ബ്ലോക്ക് ചെയിനിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടുന്ന ആക്ച്വൽ ഹാർഡ്വെയർസിനെയാണ് നമ്മൾ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ എന്നുകൊണ്ട് പറയുന്നത്. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഈ ബ്ലോക്ക് ചെയിനിൽ ഉണ്ടാക്കുന്ന നല്ല അങ്ങേയറ്റം പ്രൊജക്റ്റുകളെ നമുക്ക് കാറായിട്ട് സങ്കല്പിക്കാമെന്ന് വിചാരിച്ചോളൂ. പക്ഷേ ആ കാറ് സ്മൂത്തായിട്ട് ഓടണമെങ്കിൽ അതിന് നല്ലൊരു റോഡ് വേണം, ഇൻഫ്രാസ്ട്രക്ചർ വേണം. ജംഗ്ഷനുകളില്ലാത്ത നിറയെയധികം ഫ്ലൈ ഓവറുകളുള്ള സ്മൂത്ത് ആയിട്ടുള്ള ഒരു പാത്ത് ഉണ്ടെങ്കിലേ ഈ കാറിന് വൃത്തിയായിട്ട് ഓടാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ എത്ര നല്ല സ്കെയിലബിലിറ്റിയും ട്രസ്റ്റ്വർത്തിയുമുള്ള ടെക്നോളജി ബ്ലോക്ക് ചെയിനിൽ നമ്മൾ കണ്ടുപിടിച്ചാലും അത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഒരു ഡീസെൻട്രലൈസ്ഡ് വേയിൽ അത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് നമുക്ക് വേണം. അപ്പോൾ നമ്മൾ ആ ഒരു വ്യൂ പോയിന്റിൽ ചിന്തിക്കുകയാണെങ്കിൽ ഏതൊക്കെ സെക്ഷനുകളാണ് അത് വരിക? ഒന്നാമത്, ബ്ലോക്ക് ചെയിൻ വർക്ക് ചെയ്യണമെങ്കിൽ ഇന്റർനെറ്റ് വേണം. അപ്പോൾ അത് ഡീസെൻട്രലൈസ്ഡ് ചെയ്യണമെങ്കിൽ അതിന് പറ്റിയ റൂട്ടേഴ്സ് വേണം, അതിൻ്റെ മോഡംസ് വേണം, ഒരു സെറ്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ്. രണ്ടാമത്, ലോട്ട് ഓഫ് ഡാറ്റ ബ്ലോക്ക് ചെയിനിൽ ഡീസെൻട്രലായിട്ട് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് സ്റ്റോറേജ് യൂണിറ്റുകൾ വേണം. അപ്പോൾ ഡീസെൻട്രലൈസ്ഡ് സ്റ്റോറേജുകളാണ് വേറൊരു സെക്ഷൻ വരുന്നത്. പിന്നെ AI അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് പോലത്തുള്ള കൺസെപ്റ്റുകൾക്കൊക്കെ AI ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. അതിന് വേണ്ടുന്നത് ഹ്യൂജ് കമ്പ്യൂട്ടിംഗ് പവറാണ്. അപ്പോൾ മദർ ബോർഡ് അല്ലെങ്കിൽ GPU റിസോഴ്സസ് വേണം. അപ്പോൾ ഇങ്ങനെയുള്ള പല പല സെഗ്മെന്റുകളെയാണ് നമ്മൾ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽപ്പെട്ട ഓരോ സെഗ്മെന്റുകളിൽ നിന്നും 1-2 നല്ല കോയിൻസ് വീതമാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ടോക്കൺ ഓർക്കിഡ് പ്രോട്ടോകോൾ. ഇത് ഒരു ഡീസെൻട്രലൈസ്ഡ് VPN ആണ്. VPN നമുക്ക് എല്ലാവർക്കും അറിയാം, വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് നമുക്ക് അനോണിമസ് ആയിട്ട് വേറെ എവിടെയെങ്കിലും സർഫ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് VPN. പക്ഷെ കറന്റ്ലി അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ VPN സർവീസ് പ്രൊവൈഡേഴ്സ് സെൻട്രലൈസ്ഡ് ആണ്. സോ ദേ ക്യാൻ സീ ഹൂ ഈസ് ലോഗിങ് ഇൻ. അപ്പോൾ ഈ ഒരു പ്രശ്നം ഒഴിവാക്കുന്നതിനാണ് ഡീസെൻട്രലൈസ്ഡ് VPN എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിട്ട് ഓർക്കിഡ് പ്രോട്ടോകോൾ വന്നത്. സോ അവിടെ നോഡ് ഓപ്പറേറ്റേഴ്സ് ഇതിൻ്റെ VPN ഹോസ്റ്റ് ആയിട്ടും നമ്മൾ അതിൻ്റെ ബാൻഡ്വിഡ്ത്ത് യൂസ് ചെയ്യുന്ന യൂസേഴ്സുമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡീസെൻട്രലൈസ്ഡ് ആയതുകൊണ്ട് തന്നെ അനോണിമിറ്റി, VPN എന്ന് പറയുന്ന ട്രൂ കൺസെപ്റ്റിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ എത്തണമെങ്കിൽ അത് ഡീസെൻട്രലൈസ്ഡ് ആയിരിക്കണം. അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് എൻറ്റിറ്റിക്ക് കാണാമല്ലോ ആരാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഇതിനൊരു നല്ല സാധ്യതയാണ്. ഇത് കൂടാതെ OXCയുടെ നോഡ് ഓപ്പറേറ്റേഴ്സിന് OXC ടോക്കൺ റിവാർഡായിട്ട് കിട്ടുന്നുണ്ട് അതിൻ്റെ യൂസേഴ്സിൽ നിന്ന്. അതുകൊണ്ട് ഇതൊരു റിയൽ ഈൽഡ് നരേറ്റീവും കൂടിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബാഡ് ടോക്കൺ എമിഷൻ വെച്ച് കിട്ടുന്ന പാസീവ് ഇൻകം അല്ല, ഇത് റിയൽ ഈൽഡ് പാസീവ് ഇൻകത്തിൽ പെടുത്താവുന്ന ഒരു ടോക്കണാണ്. രണ്ടാമത്തെ ടോക്കൺ പോക്കറ്റ് നെറ്റ്വർക്ക് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇത് നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്? ഇപ്പോൾ ഈ പടത്തിൽ കാണുന്ന പോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഡാപ്പുകൾക്ക്, ഈവൻ മെറ്റമാസ്ക് തൊട്ട് ബ്ലോക്ക് ചെയിൻ റൺ ചെയ്യുന്ന എല്ലാ ഡാപ്പുകളും ആക്ച്വൽ ബ്ലോക്ക് ചെയിൻ ആക്സസ് ചെയ്യുന്നതിന്, അതായത് നമ്മൾ ഇവിടെ നിൽക്കുന്നു, യൂസർ ഇവിടെ നിൽക്കുന്നു, ബ്ലോക്ക് ചെയിൻ ഇവിടെ നിൽക്കുന്നു, ഇത് ആക്സസ് ചെയ്യുന്നതിന് ഒന്നുമില്ലെങ്കിൽ വി ഹാവ് ടു ബി എ നോഡ് ഓപ്പറേറ്റർ. അത് വെരി ഡിഫിക്കൽട്ട് ടാസ്ക്. രണ്ടാമത്, ഒരു നോഡ് ഓപ്പറേറ്ററിലേക്ക് നമ്മൾ വെബ് API വെച്ച് കണക്ട് ചെയ്യുന്നു. അപ്പോൾ അവിടെയുള്ളൊരു പ്രശ്നം, ഈ വെബ് API കണക്ട് ചെയ്യുന്നത് ഒരു സെൻട്രലൈസ്ഡ് പോയിന്റിലാണ്. സോ ഇപ്പോഴത്തെ ബ്ലോക്ക് ചെയിനിലെ ഏറ്റവും വലിയ ബോട്ടിൽ നെക്ക് എന്നറിയപ്പെടുന്നത് ഈ സെൻട്രലൈസ്ഡ് എൻറ്റിറ്റിയാണ്. അതായത് ഈ ബ്ലോക്ക് ചെയിനിൽ നമ്മൾ പറയുന്ന എല്ലാ യൂസേഴ്സും
ആക്ച്വൽ ഡീസെൻട്രലൈസ്ഡ് ബ്ലോക്ക് ചെയിനിലേക്ക് കണക്ട് ചെയ്യുന്ന പോയിന്റ് സെൻട്രലൈസ്ഡ് ആണ്. സോ ഈ ഒരു സെക്ഷനിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ it became two isolated words. Nobody here can't access the blockchain. അപ്പോൾ അതിന്റെ പർപ്പസ് ഫെയിൽ ആയി. ബ്ലോക്ക് ചെയിനിലെ ഏറ്റവും വലിയ ത്രെറ്റുകളിൽ ഒന്നാണ് ഈ സെൻട്രലൈസ്ഡ് API സെക്ഷൻ എന്ന് പറയുന്നത്. ആ ബോട്ടിൽ നെക്കിനെ സോൾവ് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളാണ് പോക്കറ്റ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതായത് അവര് ഒരു ഡീസെൻട്രലൈസ്ഡ് സെറ്റ് ഓഫ് നോഡ് ഓപ്പറേറ്റേഴ്സും സർവീസ് പ്രൊവൈഡേഴ്സും ഉണ്ട്. അപ്പോൾ നമ്മൾ വെബ് API സെൻട്രലൈസ്ഡ് ആയിട്ട് കണക്ട് ചെയ്യുന്നതിന് പകരം ഇവരുടെ ഡീസെൻട്രലൈസ്ഡ് ഹബിലേക്ക് കണക്ട് ചെയ്തിട്ട് അവിടെ നിന്നാണ് ബ്ലോക്ക് ചെയിനിലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുവഴി ആ ഒരു ബോട്ടിൽ നെക്ക് ഒഴിവാക്കി ഫുൾ ഡീസെൻട്രലൈസേഷൻ കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു നെറ്റ്വർക്കാണ് പോക്കറ്റ് നെറ്റ്വർക്ക്. ഇതിൻ്റെ ടോക്കൺ ഒരു പ്രത്യേകതയുള്ള ഇതിൻ്റെ ടോക്കൺ എമിഷൻ ഫിക്സ്ഡ് ആണെന്നോ ലീനിയർലി ഇൻക്രീസ് ആണെന്നോ പറയാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ ടോക്കൺ എമിഷൻ ഒരു പ്രത്യേക മോഡലാണ്, ഡൈനാമിക് ടോക്കൺ എമിഷൻ ആണ്. അതായത് ട്രാഫിക് കൂടുന്നതിനനുസരിച്ച് കൂടുതൽ ടോക്കൺ വരികയും കുറയാത്ത സമയത്ത് അതിനനുസരിച്ചുള്ള അഡ്ജസ്റ്റ്മെന്റ് നടത്തുകയും ചെയ്യും. ഡെഫിനറ്റ്ലി ഡീപിൻ എന്നുള്ളൊരു നരേറ്റീവ് വന്നാൽ അതിൽ ടോപ്പ് പ്രയോറിറ്റിയിൽ നിൽക്കുന്ന കോയിനുകളിൽ ഒന്നായിരിക്കും പോക്കറ്റ് നെറ്റ്വർക്ക്. മൂന്നാമത്തത് റെൻഡർ നെറ്റ്വർക്ക്. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ AI ടോക്കൺസ് എന്നുള്ള വീഡിയോയിൽ ഇത്തിരി നമ്മൾ റെഫർ ചെയ്തു. പക്ഷേ അതിൽ നമ്മൾ പറഞ്ഞ ഒരു കാര്യം, ഇത് മെയിനായിട്ട് GPU കമ്പ്യൂട്ടിംഗ് പവർ ഷെയറിംഗ് പ്രോട്ടോക്കോൾ എന്നാണ്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അതായത് നമ്മളുടെ അടുത്ത് നല്ലൊരു പവർഫുൾ മെഷീൻ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കുന്ന സമയത്ത് ആ GPU നമുക്ക് വേറെ പർപ്പസിന് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ GPU വേറെ ആപ്ലിക്കേഷൻസിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അതിനൊരു റവന്യൂ നമുക്ക് കിട്ടുന്നു. അഗെയിൻ ഇറ്റ് ഈസ് കമ്പൈൻഡ് വിത്ത് എ റിയൽ ഈൽഡ് ആണ്. AI അല്ലെങ്കിൽ മെഷീൻ ലേണിങ്ങിന് വേണ്ടുന്ന ഹ്യൂജ് കമ്പ്യൂട്ടിംഗ് പവർ ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് സോഴ്സ് ചെയ്യാൻ ഉള്ള ഫെസിലിറ്റി ഒരുക്കുന്ന ഒരു ടോക്കൺ ആണ് റെൻഡർ നെറ്റ്വർക്ക്. സോ ഇറ്റ്സ് പാർട്ട് ഓഫ് ടു നരേറ്റീവ്സ്. വൺ ഈസ് ഡീസെൻട്രലൈസ്ഡ് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ നരേറ്റീവ് ആൻഡ് AI നരേറ്റീവ്. വെരി ഗുഡ് കോയിൻ. പക്ഷേ റീസെൻ്റ്ലി ഇതൊരു 30x 40x ഒക്കെ റൺ ചെയ്തിട്ട് പീക്കിൽ നിൽക്കുന്ന കോയിനാണ്. നോട്ട് ഗുഡ് ടു ബൈ റൈറ്റ് നൗ. ഒരു കൂൾ ഓഫിന് വേണ്ടി വെയിറ്റ് ചെയ്ത ശേഷം റിസർച്ച് ചെയ്ത ശേഷം തീരുമാനം എടുക്കുക. അടുത്ത ടോക്കൺ ആണ് RVU. എന്താണ് RVU? നമ്മൾ നേരത്തെ പറഞ്ഞു ബ്ലോക്ക് ചെയിനുകളെല്ലാം ഇപ്പോൾ സ്പെഷ്യൽ പർപ്പസ് ബിൽറ്റ് ആണ്. ഈവൻ ഡീസെൻട്രലൈസ്ഡ് സോഷ്യൽ മീഡിയാസ് വരെ വരുന്നുണ്ട്. അപ്പോൾ എനോമസ് ഡാറ്റയാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഈ ഡാറ്റ മുഴുവൻ ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഹാർഡ് ഡിസ്ക് ആൻഡ് സ്റ്റോറേജ് കപ്പാസിറ്റി വേണം. അപ്പോൾ അതിനുള്ള ഒരു ഫെസിലിറ്റി ഒരുക്കുന്ന ഒരു പ്രോട്ടോക്കോളാണ് RVU. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇത് തന്നെയല്ലേ ഫയൽ കോയിനും ചെയ്യുന്നതെന്ന്. ഏറെക്കുറെ ശരിയാണെങ്കിലും രണ്ടും തമ്മിലുള്ള പ്രധാന വ്യത്യാസം, RVU എന്ന് പറയുന്നത് പെർമനന്റ് ഡാറ്റ സ്റ്റോറേജ് ആണ്. അതായത് കണ്ടന്റ് ഡെലിവറി നെറ്റ്വർക്ക് ഒക്കെ പോലെ ഫേസ്ബുക്കിലൊക്കെ ഉള്ള പോലെ ലോട്ട് ഓഫ് പിക്ചേഴ്സും വീഡിയോസും ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് സ്റ്റോർ ചെയ്യുന്നതിനുള്ള ഒരു ഡീസെൻട്രലൈസ്ഡ് മെത്തേഡാണ് RVU എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ ബുൾറണ്ണിന്റെ എൻഡിൽ വന്നതുകൊണ്ട് ആ NFT ആ ഒരു തരംഗത്തിലൊക്കെ വന്നൊന്ന് കയറി തുടങ്ങുമ്പോഴേക്കും ബുൾറൺ അവസാനിച്ചത് കൊണ്ട് ഇനഫ് അറ്റൻഷൻ കിട്ടാതെ പോയതാണ്. സോ ദർ ഇസ് എ ഗുഡ് ചാൻസ് ഫോർ എ ഗുഡ് ഹൈക്ക് ഇൻ ദിസ് ബുൾറൺ. ഡെഫിനറ്റ്ലി വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യേണ്ട ഒരു കോയിനാണ് RVU. അടുത്ത ടോക്കണിലേക്ക് പോകുന്നതിന് മുമ്പ് രണ്ട് കാര്യം. ഒന്ന്, ഇതുവരെയുള്ള കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. ഇതുപോലുള്ള പുതിയ ട്രെൻഡുകളും പുതിയ കോയിനുകളും ഇഷ്ടം പോലെ ഈ ചാനലിൽ നമ്മൾ ഇനിയും ഡിസ്കസ് ചെയ്യും. അതുകൊണ്ട് ഒരു ലൈഫ് ചേഞ്ചിങ് ഗെയിൻ ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുള്ള വ്യക്തിയാണ് താങ്കളെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, ഒരു ലൈക്ക് മൈൻഡഡ് പീപ്പിളുടെ കൂട്ടായ്മ ഉണ്ടെങ്കിലാണ് നമുക്ക് ഒരുപാട് കോയിനുകളെ കുറിച്ച് അറിയാനും അതിൽ നേരത്തെ തന്നെ ജോയിൻ ചെയ്യാനും പറ്റുകയുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ളൊരു കൂട്ടായ്മയാണ് നമ്മുടെ ടെലിഗ്രാമിൽ നടക്കുന്നത്. അവിടെ ഇഷ്ടംപോലെ കോയിൻ ഡിസ്കഷൻസ് നടത്തുകയും ചില വ്യക്തികൾ തരുന്ന റെക്കമെൻഡേഷൻസ് ഓൾറെഡി 5 ഇരട്ടി 6 ഇരട്ടി ഈവൻ 20 ഇരട്ടി റിട്ടേൺസ് വരെ തന്നിട്ടുണ്ട്. അതും കഴിഞ്ഞ 4 മാസത്തിൻ്റെ ഉള്ളിൽ. അതുകൊണ്ട് പുതിയ കോയിനുകളെ കുറിച്ച് നേരത്തെ അറിയുന്നതിനും നല്ലൊരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി പോസിറ്റിവിറ്റിയും ലൈവ്ലിനെസ്സും ഉള്ള ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി മാറാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉടനെ തന്നെ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അത് പെയ്ഡ് ഗ്രൂപ്പ് ആയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട്. കറൻ്റ്ലി അത് ഫ്രീ ആണ്. താങ്കൾ ചെയ്യേണ്ടത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ജോയിൻ ചെയ്യുക. ലോട്ട് ഓഫ് ഗുഡ് കോയിൻസ്, ലോട്ട് ഓഫ് ഫ്രീ ഇൻഫർമേഷൻ, ലോട്ട് ഓഫ് പോസിറ്റീവ് വൈബ്സ്, ലോട്ട് ഓഫ് ഹെൽപ്സ്, എവറിത്തിങ് അറ്റ് യുവർ ഡോർ സ്റ്റെപ്പ്.
Join now. അടുത്ത ടോക്കൺ ആണ് ആകാശ് നെറ്റ്വർക്ക്. ആകാശ് എന്ന് പറഞ്ഞാൽ ആകാശം അല്ലെങ്കിൽ ക്ലൗഡ് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളാണ് ആകാശ് നെറ്റ്വർക്ക്. അതായത് ഡീസെൻട്രലൈസ്ഡ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ഹ്യൂജ് എനോമസ് പവർ വേണം. അതായത് ആമസോൺ ക്ലൗഡോ ഗൂഗിൾ ക്ലൗഡോ ഒക്കെ സെൻട്രലൈസ്ഡ് ആയിട്ട് ഉപയോഗിക്കുന്നതിന് പകരം നോർമൽ ആൾക്കാരുടെ GPU എനേബിൾഡ് ആയിട്ടുള്ള മെഷീൻസിന്റെ കമ്പ്യൂട്ടിംഗ് പവർ ഷെയർ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം അതിന്റെ ഓണേഴ്സിന് ഷെയർ ചെയ്യുകയും, എന്നാൽ ML, AI, NLP അങ്ങനെയുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ്സുകളൊക്കെ കമ്പ്യൂട്ട് ചെയ്യാനുള്ള പവർ ഡെലിവറി ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ് ആകാശ് നെറ്റ്വർക്ക്. ഇതും റീസെൻ്റ്ലി ഒരു നല്ലൊരു ഹൈപ്പ് കിട്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കോയിനാണ്. ഹാവ് ടു വെയിറ്റ് ഫോർ കൂൾ ഓഫ്. അടുത്തത് വളരെ ഫേമസ് ആയിട്ടുള്ള എന്നാൽ പ്രൈസ് ഒട്ടും അപ്രീഷിയേറ്റ് ചെയ്യാതെ പെട്ട് കിടക്കുന്ന ഒരു കോയിനാണ് ഫയൽ കോയിൻ. ഫയൽ സ്റ്റോറേജിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതും RVയും തമ്മിലുള്ള ഒരു വ്യത്യാസം, ഇതിൽ ടെമ്പററി ഡാറ്റ സ്റ്റോറേജുകളാണ് കൂടുതലായിട്ടുള്ളത്. അതായത് ഒരു എക്സാമ്പിൾ ആയിട്ട് ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് നമ്മളിപ്പോൾ ഫയൽ കോയിൻ എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഇവർ സ്വന്തമായിട്ട് പേറ്റന്റഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജി ഉണ്ട്, IPFS എന്ന് പറഞ്ഞിട്ട്, അതായത് ഇന്റർപ്ലാനറ്ററി ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ ലോക്കൽ ഹാർഡ് ഡിസ്കിലാണ് ഓവർ ഇന്റർനെറ്റ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പം ഞാനൊരു ഡാറ്റ ആക്സസ് ചെയ്താൽ അതിൻ്റെ ഒരു കോപ്പി എൻ്റെ മെഷീനിൽ കിടക്കും. അപ്പോൾ എൻ്റെ തൊട്ടപ്പുറത്തെ റൂമിൽ നിന്നുള്ള ഒരാൾ അതേ കണ്ടന്റ് ആക്സസ് ചെയ്യണമെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് കണക്ടിങ് ടു ദ സെർവർ ഹി ക്യാൻ കണക്ട് ടു മൈ ലാപ്ടോപ്പ് ആൻഡ് പുൾ ഇറ്റ് ഫ്രം നിയർ ബൈ. ഇതൊക്കെ ഒരു ഓഡിറ്റോറിയത്തിലേക്ക് ഇരിക്കുകയാണ്. ഇപ്പം മൊബൈലിലൊക്കെ നമ്മൾ ഒരേ ടൈപ്പ് ഡാറ്റ കാണുകയാണെങ്കിൽ ഓവർ ഇന്റർനെറ്റിലുള്ള ട്രാഫിക് ഭയങ്കരമായിട്ട് കുറയ്ക്കാനും ആ കണ്ടൻസ് എമംഗ് പിയേഴ്സ് ഷെയർ ചെയ്ത് ഒരു ഡീസെൻട്രലൈസ്ഡ് മാനറിൽ വർക്ക് ചെയ്യാനും കപ്പാസിറ്റി ഉള്ള ഒരു കോയിനാണ് ഫയൽ കോയിൻ. ഇത്ര നേരം നമ്മൾ പല സെഗ്മെന്റിൽപ്പെട്ട ടോക്കൺസുകളെ കണ്ടു. അതായത് GPU കമ്പ്യൂട്ടിംഗ് പവർ, അതായത് കമ്പ്യൂട്ടിംഗ് പവർ ഷെയർ ചെയ്യുക, സ്റ്റോറേജ് ഷെയർ ചെയ്യുക, VPN നെറ്റ്വർക്ക് ഷെയർ ചെയ്യുക, വെബ് API ഷെയർ ചെയ്യുക, അങ്ങനെ പലതരത്തിൽ കണ്ടു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓ എല്ലാ കോയിനും ആയി എന്ന്. പക്ഷേ ഇനിയാണ് ദ കിങ്. ഇതുവരെ ഇറങ്ങിയതിൽ ഏറ്റവും നല്ലതെന്ന് പറയപ്പെടുന്ന ഡീപിൻ കോയിൻ വരുന്നത്. അതാണ് പീക്ക് നെറ്റ്വർക്ക്. പീക്ക് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ആക്ച്വൽ റിയൽ വേൾഡിൽ വെഹിക്കിൾസിനെ ട്രാക്ക് ചെയ്യുന്നതിനും, വെഹിക്കിൾസ് അല്ലെങ്കിൽ ഏതൊരു റിയൽ വേൾഡ് എൻറ്റിറ്റീനെ ട്രാക്ക് ചെയ്യുന്നതിനും അതിനെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് ഒരു ഫുൾ എക്കോസിസ്റ്റത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ടോക്കണാണ് പീക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ സ്യൂട്ട് ഇതൊരു ഫുൾ എക്കോസിസ്റ്റം ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവരുടെ സിസ്റ്റത്തിൽ വരുന്ന ടൂൾസ് എന്തൊക്കെയാണ് ചെയ്യുന്നത് വെച്ചാൽ, ഈ ഒരു പുറത്തുള്ള ഒരു എക്സ്റ്റേണൽ എൻറ്റിറ്റീനെ ഒരു റിയൽ വേൾഡ് ID കൊടുക്കുന്നു, പിന്നെ അതിൽ നിന്ന് പേയ്മെന്റ് മേടിക്കുന്നു, അതിനെ ട്രാക്ക് ചെയ്യുന്നു. അങ്ങനത്തെ ഫുൾ സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് വെച്ചിട്ടാണ് ഇത് വരുന്നത്. അതായത് ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ടാക്സി സർവീസുകളൊക്കെ അബുദാബിയിൽ ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. അതായത് നമുക്ക് ടാക്സി ബുക്ക് ചെയ്യാം, കാർ വരുന്നു, നമ്മൾ കയറിയിരിക്കുന്നു, പോകുന്നു. പക്ഷെ ഇതിപ്പോൾ കറന്റ് സെൻട്രലൈസ്ഡ് ആണ്. ഈവൻ ഇതിനെ വരെ ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് ട്രാക്ക് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടുന്ന എന്താണ്? ഒന്നാമത് കാറിനെ ഐഡന്റിഫൈ ചെയ്യണം, അതിൻ്റെ പാത്തും കണ്ടീഷൻസും ട്രാക്ക് ചെയ്യണം, അതിൻ്റെ പേയ്മെന്റ് സിസ്റ്റം വേണം, അങ്ങനെ ഒരുപാട് ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ വേണം. അതായത് ആക്ച്വൽ ഹാർഡ്വെയർ ഡിവൈസുകൾ വേണം. അപ്പോൾ ഈ ഹാർഡ്വെയർ ഡിവൈസുകളും എല്ലാം ഡെവലപ്പ് ചെയ്യുന്നതിനും ബ്ലോക്ക് ചെയിനുമായിട്ട് കണക്ട് ചെയ്യുന്നതിനുമുള്ള ഒരു ഫുൾ സ്യൂട്ടാണ് പീക്ക് നെറ്റ്വർക്കിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെയധികം കാര്യമായിട്ട് എല്ലാവരും നോക്കുന്ന ഒരു ഡീപിൻ നെറേറ്റീവാണ് പീക്ക്. ഇതിൻ്റെ ടോക്കൺ ഇറങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി ഐ മസ്റ്റ് വാച്ച്. ഇനിയുള്ളത് ക്രസ്റ്റ് എന്നുള്ളത് പീക്കിൻ്റെ ടെസ്റ്റ് നെറ്റ് വേർഷനാണ്. ഇത് ഓൾറെഡി മെയിൻ നെറ്റിൽ അവർ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ടോക്കണുമുണ്ട്. പക്ഷേ പീക്ക് എന്നുള്ളത് ഡോട്ട് എന്നുള്ള ബ്ലോക്ക് ചെയിനിലത്തെ ആപ്ലിക്കേഷനാണ്. ഡോട്ട് എന്നുള്ള ബ്ലോക്ക് ചെയിനിൻ്റെ ടെസ്റ്റിംഗ് വേർഷനാണ് കുസാമ എന്നുള്ള ബ്ലോക്ക് ചെയിൻ. അതായത് ഡോട്ടിൻ്റെ കനേരി വേർഷനാണ് കുസാമ എന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ പീക്ക് എന്നുള്ളതിൻ്റെ ടെസ്റ്റിംഗ് ഗ്രൗണ്ടാണ് ക്രസ്റ്റ്. കറൻ്റ്ലി ഇത് അവൈലബിൾ ആണ്, ലൈവായിട്ട് ഇവർ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ ക്രസ്റ്റ് എന്നുള്ള ടോക്കൺ എത്രയോ ഒരു എമൗണ്ട്, ഐ തിങ്ക് ഇറ്റ് ഈസ് 2000 ക്രസ്റ്റ് എന്നുള്ളവർക്ക് പീക്ക് എയർ ഡ്രോപ്പ് ആയിട്ട് കിട്ടുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു എയർ ഡ്രോപ്പ് ഹൈപ്പിൻ്റെ പുറത്ത് ഇപ്പോൾ ക്രസ്റ്റും നന്നായിട്ട് കയറുന്നുണ്ട്. ഡു യുവർ റിസർച്ച് ആൻഡ് ആഡ് ഇറ്റ് യുവർ വാച്ച് ലിസ്റ്റ്. ഇനി 2 പ്രൊജക്റ്റും കൂടി, ഡിമോ ആൻഡ് ഹീലിയം. ഇതിൽ ഡിമോ എന്നുള്ളത് വളരെ ലേറ്റസ്റ്റ് ആയതും മൊബൈൽ ഡാറ്റയുമായി ബന്ധപ്പെട്ടതുമാണ്. ഹീലിയം എന്നുള്ളത്
ഒരു പഴയ പ്രൊജക്റ്റാണ്, പക്ഷേ അത്രയധികം നോട്ടീസ് ചെയ്തിട്ടില്ല. ഇത് രണ്ടും ഡീപിൻ നെറേറ്റീവിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഡു എ ലിറ്റിൽ ബിറ്റ് റിസർച്ച് ആൻഡ് ആഡ് ടു യുവർ വാച്ച് ലിസ്റ്റ്. ഡീപിന്നുകൾ എന്താണെന്നും എന്തുകൊണ്ട് അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്നും അതിൽപ്പെട്ട നല്ല കോയിനുകൾ എന്തൊക്കെയാണെന്നും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. ഓൾസോ ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ സൈനിങ് ഓഫ്. ഫെബിൻ ആൻഡ്രൂസ്.